നമസ്കാരം. ഇന്നത്തെ പ്രാദേശിക വാർത്തകളുമായി ഷാജി കടക്കൽ. ഇന്ന് ജനുവരി 24 വെള്ളി 2025 വാർത്തകളിലേക്ക്. ജന്മാവകാശ പൗരത്വം അവസാനിപ്പിക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഉത്തരവിന് സ്റ്റേ. 14 ദിവസത്തേക്കാണ് സിയാറ്റിലെ ഫെഡറൽ ജഡ്ജി ഉത്തരവിൻ്റെ തുടർ നടപടികൾ സ്റ്റേ ചെയ്തത്. ജന്മാവകാശ പൗരത്വം നിർത്തലാക്കുന്നത് നഗ്നമായ ഭരണഘടനാ ലംഘനമാണെന്ന് ജഡ്ജ് ജോൺ കോക്നാർ അഭിപ്രായപ്പെട്ടു. അമേരിക്കയിൽ ജനിക്കുന്ന എല്ലാ കുട്ടികൾക്കും പൗരത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനയുടെ 14-ാം ഭേദഗതിയുടെ നഗ്നമായ ലംഘനമാണ് ഉത്തരവെന്ന് വാദിച്ചാണ് ഡെമോക്രാറ്റിക് നേതൃത്വത്തിലുള്ള സംസ്ഥാനങ്ങൾ താൽക്കാലിക നിയന്ത്രണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത്. വ്യവസായങ്ങൾക്ക് വെള്ളം നൽകുന്നത് മഹാപാപമല്ലെന്നും ഇനിയും വ്യവസായങ്ങൾക്ക് വെള്ളം നൽകുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. പാലക്കാട് ബ്രൂവറി കമ്പനിക്ക് അനുമതി നൽകിയതിലെ അഴിമതി ആരോപണങ്ങൾ തള്ളിക്കൊണ്ടാണ് സമാനമായ പദ്ധതികൾക്ക് ഇനിയും വെള്ളം നൽകുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കിയത്. പാലക്കാട് ബ്രൂവറിയിൽ നിന്ന് സർക്കാർ പിന്നോട്ടില്ലെന്നും പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വ്യാജ പ്രചരണങ്ങൾക്ക് അധികം ആയുസ്സുണ്ടാകില്ലെന്നും ഇടതുമുന്നണി ഇടപെടുന്നത് സത്യസന്ധമായി മാത്രമാണെന്നും പിണറായി അവകാശപ്പെട്ടു. യലപ്പുള്ളി പഞ്ചായത്തിൽ ഒയാസിസ് കമ്പനിക്ക് ബ്രൂവറി തുടങ്ങാൻ അനുമതി നൽകിയ നിയമസഭയിൽ മുഖ്യമന്ത്രി ന്യായീകരിച്ചത് പ്രതിഷേധാർഹമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. അഴിമതി നടത്താൻ വേണ്ടി പിണറായി വിജയൻ മദ്യമാഫിയയ്ക്ക് സംസ്ഥാനത്തെ ഒറ്റുകൊടുത്തുവെന്നും മദ്യ കമ്പനി തുടങ്ങാൻ ടെൻഡർ വിളിക്കേണ്ടതില്ലെന്ന മുഖ്യമന്ത്രിയുടെ വാദം മടിയിൽ കനമുള്ളത് കൊണ്ടാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പാലക്കാട് കഞ്ചിക്കോട് എലപ്പുള്ളിയിൽ ബ്രൂവറി കമ്പനി വരുമ്പോൾ ജലചൂഷണം ഉണ്ടാകില്ലെന്നും മദ്യനിർമ്മാണ കമ്പനി മഴവെള്ള സംഭരണി നിർമ്മിച്ചാണ് വെള്ളം എടുക്കുകയെന്നും CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ. ബ്രൂവറി പദ്ധതിയിൽ നിന്ന് പിന്നോട്ടില്ലെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ഇക്കാര്യത്തിൽ പാർട്ടി നിലപാടും വ്യക്തമാക്കി MB ഗോവിന്ദൻ രംഗത്തെത്തിയത്. കോവിഡ് കാലത്ത് PPE കിറ്റ് വാങ്ങിയതിൽ ക്രമക്കേടുണ്ടെന്ന CAG റിപ്പോർട്ടും മുഖ്യമന്ത്രി തള്ളി. അസാധാരണ സാഹചര്യത്തിൽ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാനാണ് ശ്രമിച്ചതെന്നും കണക്കുകൾ മാത്രമാണ് CAG നോക്കിയതെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ വിശദീകരിച്ചു. അതേസമയം കുറഞ്ഞ വിലയിൽ PPE കിറ്റ് വാഗ്ദാനം ചെയ്ത കമ്പനിയെ ഒഴിവാക്കിയതിൻ്റെ കൂടുതൽ രേഖകൾ VD സതീശൻ പുറത്തുവിട്ടു. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യം പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. RSS നേതാക്കളുടെ ചിത്രത്തിന് മുന്നിൽ വണങ്ങി നിൽക്കുന്നവരല്ല തങ്ങളെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അത് പഴയ നേതാക്കളായാലും ഇപ്പോഴത്തെ നേതാക്കളായാലും അങ്ങനെ തന്നെയെന്നും RSS നേതാക്കൾക്കൊപ്പം ഭക്ഷണം കഴിക്കാൻ തങ്ങൾ പോയിട്ടില്ലെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLAയുടെ പരാമർശത്തോടെയായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ പ്രതികരണം. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കോൺഗ്രസിൻ്റെ പിന്തുണയോടെ ജയിച്ച് നിയമസഭയിൽ ഇരിക്കുന്ന ഒരൊറ്റയാൾ മാത്രമേ ഇപ്പോഴും ഈ നിയമസഭയിലുള്ളെന്നും അതാരാണെന്നും തന്നെ കൊണ്ട് പറയിപ്പിക്കരുത് എന്നായിരുന്നു കഴിഞ്ഞ ദിവസം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സഭയിൽ പറഞ്ഞത്. ആന എഴുന്നള്ളിപ്പിലെ ദൂരപരിധി പൊതുവായി നിശ്ചയിക്കുന്നതിൽ അപ്രയോഗ്യതയുണ്ടെന്ന് സംസ്ഥാന സർക്കാർ. ഇക്കാര്യത്തിൽ തീരുമാനം ജില്ലാ തല നിരീക്ഷക സമിതിക്ക് വിടണമെന്നും ദൂരപരിധി കണക്കാക്കുമ്പോൾ ആനകളുടെ എണ്ണവും സ്ഥല ലഭ്യതയും ഉൾപ്പെടെയുള്ള പരിഗണിക്കണമെന്നും സർക്കാർ ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടു. കോഴിക്കോട് ജില്ലാ മെഡിക്കൽ ഓഫീസർ തസ്തികയിലെ കസേര തർക്കം തുടരുന്നു. കോഴിക്കോട് DMOയായി ഡോക്ടർ ആശാദേവിക്ക് വീണ്ടും നിയമനം നൽകിയടക്കമുള്ള ആരോഗ്യവകുപ്പിന്റെ സ്ഥലമാറ്റ ഉത്തരവ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സ്റ്റേ ചെയ്തു. ഡോക്ടർ രാജേന്ദ്രൻ കോഴിക്കോട് DMOയായി തുടരും. കൊല്ലത്തേക്ക് സ്ഥലമാറ്റപ്പെട്ട കണ്ണൂർ DMO ഡോക്ടർ പീയൂഷ് നമ്പൂതിരി നൽകിയ ഹർജിയിലാണ് ട്രിബ്യൂണലിന്റെ ഈ നടപടി. കോൺഗ്രസിന്റെ സമരപരിപാടികളിലേക്ക് കേരള കോൺഗ്രസിന് ക്ഷണിച്ച മാത്യു കുഴൽനാടൻ മറുപടിയുമായി മന്ത്രി റോഷി അഗസ്റ്റിൻ. പെരുവഴിയിലായ കേരള കോൺഗ്രസിന് കൈ തന്നത് പിണറായി സർക്കാരാണെന്നും കേരള കോൺഗ്രസ് ഇടത് സർക്കാരിനൊപ്പം ഉറച്ചു നിൽക്കുമെന്നും മന്ത്രി നിയമസഭയിൽ മറുപടി നൽകി. വയനാട് DCC ട്രഷററി NM വിജയന്റെ ആത്മഹത്യയിൽ IC ബാലകൃഷ്ണൻ MLA ചോദ്യം ചെയ്തു. ഇന്നലെ രാവിലെ 10:45 തുടങ്ങിയ ചോദ്യം ചെയ്യൽ ഉച്ചയ്ക്ക് 3 മണിയോടുകൂടിയാണ് അവസാനിച്ചത്. MN വിജയൻ KPC പ്രസിഡന്റ് എഴുതിയ കത്തിലെ പരാമർശങ്ങളെക്കുറിച്ചും അർബൻ ബാങ്കിലെ നിയമനത്തിനായുള്ള MLAയുടെ ശുപാർശ കത്ത് സംബന്ധിച്ചും ചോദ്യങ്ങൾ ഉണ്ടായെന്ന് സൂചനകൾ. കടലകുളത്ത് വീട്ടമ്മയെ ആതിരയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതി പിടിയിൽ. യുവതിയുടെ ഇൻസ്റ്റാഗ്രാം സുഹൃത്തും കൊല്ലം ദിളവാപുരം സ്വദേശിയുമായ ജോൺസിനെയാണ് പിടികൂടിയത്. കോട്ടയം ചിങ്ങവനത്തു നിന്നാണ് പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. വിഷവസ്തു എന്തോ കഴിച്ച അവശനിലയിലായ ജോൺസിനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. കടനകുളത്ത് ആതിരയെ കുത്തിക്കൊന്ന കേസിലെ പ്രതിയായ ജോൺസന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് പോലീസ്. പ്രതി എലിവിഷം കഴിച്ചാണ് ആത്മഹത്യ ശ്രമിച്ചെന്ന അന്വേഷണത്തിൽ വ്യക്തമായി. ആതിര തന്നോടൊപ്പം കൂടെ വരാത്തതുകൊണ്ടാണ് കൊലപ്പെടുത്തിയെന്നാണ് ജോൺസൺ പോലീസിന് നൽകിയ മൊഴി. PP ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നപ്പോൾ നടത്തിയ കോടിക്കണക്കിന് രൂപയുടെ അഴിമതികളും ഇടപാടുകളും കൈയോടെ പിടിക്കുമെന്ന് ഭയമുള്ളതിനാണ് MDM നവീൻ ബാബുവിനെ മരണം CBI അന്വേഷിക്കുന്നത്. CPM പിണറായി സർക്കാരും എതിർക്കുന്നത് KPC പ്രസിഡന്റ് K സുധാകരൻ. മുനമ്പം ഭൂപ്രശ്നം സംബന്ധിച്ച് സർക്കാർ നിയോഗിച്ച കമ്മീഷന്റെ സിറ്റിംഗ് പൂർത്തിയായി. ഹൈക്കോടതി മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായരുടെ അധ്യക്ഷതയിൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലാണ് യോഗം ചേർന്നത്. 3ാമത്തെ ഹിയറിംഗിലാണ് ഇന്നലെ കഴിഞ്ഞത്. വഖഫ് ബോർഡ്, മുനമ്പം ഭൂ സംരക്ഷണ സമിതി, വിവിധ സംഘടനകൾ കമ്മീഷന് മുമ്പാകെ ഹാജരായി. 2025 മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനത്തിനകം തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്ന എല്ലാ സർക്കാർ ഓഫീസുകളിലും പോഷ് ആക്ട് പ്രകാരം ഇന്റേണൽ കമ്മിറ്റി രൂപീകരിക്കുമെന്ന് ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ്. സ്ത്രീകൾക്ക് ലഭ്യമാകേണ്ട നിയമ സംരക്ഷണവും നീതിയും ഇതിലൂടെ ഉറപ്പാക്കാൻ സാധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി.
കൂത്താട്ടുകുളത്തെ തട്ടിക്കൊണ്ടു പോകൽ കേസിൽ ജാമ്യം ലഭിച്ച പ്രതികൾക്ക് സ്വീകരണം. മൂവാറ്റുപുഴ സബ് ജയിലിന് മുന്നിലാണ് CPM പ്രവർത്തകർ പ്രതികൾക്ക് സ്വീകരണം നൽകിയത്. മുദ്രാവാക്യം വിളിച്ചും രക്തഹാരമണിയിച്ചുമാണ് 4 പ്രതികളെയും പാർട്ടി പ്രവർത്തകർ സ്വീകരിച്ചത്. ചേന്ദമംഗലം കൂട്ടക്കൊലക്കേസിൽ പിടിയിലായ പ്രതി ഋതുജയുമായുള്ള തെളിവെടുപ്പ് പോലീസ് നടത്തി. ഇന്നലെ പുലർച്ചെ നേരത്തെ കോടതി ഹാജരാക്കിയ ദിവസം പ്രതിക്ക് നേരത്തെ നാട്ടുകാരുടെ കയ്യേറ്റ ശ്രമമുണ്ടായിരുന്നു. ഈ സുരക്ഷാ ഭീഷണി കൂടി കണക്കിലെടുത്തായിരുന്നു അതിരാവിലെ കനത്ത പോലീസ് കാവലുള്ള തെളിവെടുപ്പ്. മിന്നൽ വേഗത്തിൽ തെളിവെടുപ്പ് പൂർത്തിയാക്കിയ പോലീസ് നാട്ടുകാർ ഉണരുന്ന മുമ്പ് ഋതുവുമായി മടങ്ങുകയും ചെയ്തു. മലപ്പുറം അരീക്കോട് ഊർങ്ങാട്ടിൽ കിണറ്റിൽ വീണ കാട്ടാനെ കരകയറ്റി. 21 മണിക്കൂറിൽ നീണ്ട ദൗത്യത്തിന് ശേഷം രാത്രി 10:30 കാട്ടാന കിണറ്റിൽ നിന്ന് പുറത്തേക്ക് കയറിയത്. ആനയെ കയറ്റാനായി കിണറിന്റെ ഒരു വശത്ത് മണ്ണുമാന്തി നിർമ്മിച്ചിരുന്നു. അതുവഴി പുറത്തു വന്ന ആന കാട്ടിലേക്ക് തിരിച്ചുപോയി. വനംവകുപ്പിന്റെ 60-അംഗ ദൗത്യ സംഘമാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. മലയാളികളുടെ ഓസ്കാർ പ്രതീക്ഷയായിരുന്ന ആടുജീവിതം ഓൾ വി ഇമാജിന്റെ ആസ്ലേറ്റും 97ാമത് ഓസ്കർ നോമിനേഷനിൽ ഇടം നേടിയില്ല. 14 നോമിനേഷനുകളുമായി ഫ്രഞ്ച് ചിത്രം എമിലിയ പെരസ് പ്രഖ്യാപനത്തിൽ ശ്രദ്ധ ആകർഷിക്കുകയും ചെയ്തു. അതേസമയം ഹിന്ദി ഷോർട്ട് ഫിലിം അനുജയ്ക്ക് ഓസ്കാർ നാമനിർദ്ദേശവും ഉണ്ട്. ആന്തരിക രക്തസ്രാവത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രി ചികിത്സയുള്ള സംവിധായകൻ ഷാഫി അതീവ ഗുരുതരാവസ്ഥയിലെന്ന് റിപ്പോർട്ടുകൾ. വെന്റിലേറ്റർ സഹായത്തോടെയാണ് അദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്തുന്നതാണ് വിവരങ്ങൾ. ന്യൂഡൽഹിയിലെ ഹരിനഗറിൽ വെച്ച് തന്റെ കാർ ആക്രമിക്കപ്പെട്ടെന്ന് ഡൽഹി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. ഉത്തരാഖണ്ഡ് മുൻ മുഖ്യമന്ത്രി മുതിർന്ന കോൺഗ്രസ് നേതാവായ ഹരീഷ് റാവത്ത് വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ സാധിക്കാതെ മടങ്ങി. രാജ്യത്തിന് നൽകിയ മികച്ച സംഭാവനകൾ ആദരിക്കുന്നതിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദില്ലിയിലെ കർത്തവ്യ പഥത്തിൽ നടക്കുന്ന 2020 റിപ്പബ്ലിക് ദിന പരേഡ് കാണാൻ വിവിധ മേഖലകളിൽ നിന്നുള്ള ഏകദേശം 10,000 വിശ്വാസികളെ ക്ഷണിച്ചു. വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയവരെ സ്വർണ്ണം ഭാരതത്തിന്റെ ശില്പികളെ അംഗീകരിച്ചാണ് ക്ഷണം നൽകിയത്. കേരളത്തിൽ നിന്ന് ഏകദേശം 150 പേർക്കാണ് പ്രധാനമന്ത്രിയുടെ ക്ഷണം ലഭിച്ചത്. ജമ്മു കാശ്മീരിലെ രാജൌരിയിൽ ദുരൂഹമരണത്തിലേക്ക് നയിച്ച രോഗബാധയ്ക്ക് കാരണമായ വൈറസോ ബാക്ടീരിയോ അല്ലെന്നും ജൈവിക വിഷവസ്തുവിന്റെ സാന്നിധ്യമാണെന്നും പ്രാഥമിക പരിശോധന ഫലങ്ങളിൽ നിന്ന് വ്യക്തമായി അദ്ദേഹം പറഞ്ഞു. വിഷവസ്തുവിന്റെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള വിശദമായ വിശകലനം പുരോഗമിക്കുകയാണെന്നും ജിതേന്ദ്ര സിംഗ് കൂട്ടിച്ചേർത്തു. ഇറാഖിൽ പെൺകുട്ടികളുടെ വിവാഹപ്രായം 9 കുറയ്ക്കുന്ന വിവാദ ഭേദഗതിക്ക് പാർലമെന്റ് അംഗീകാരം. നിലവിൽ 18 ഇറാഖിൽ വിവാഹപ്രായം. കഴിഞ്ഞ വർഷം പകുതിയോടെയാണ് വിവാഹപ്രായം കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ബിൽ കൊണ്ടുവന്നത്. ഇന്തോനേഷ്യ മാസ്റ്റേഴ്സ് സൂപ്പർ 500 ബാഡ്മിന്റൺ ടൂർണമെന്റിൽ നിന്ന് ഇന്ത്യയുടെ സായ്രാജ് രംഗി റെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യവും ലക്ഷ്യസൈന്യം പുറത്ത്. പുരുഷ ഡബിൾസിൽ 4ാം സീഡുകാരായ സാത്വിക് ചിരാഗ് സഖ്യം തായ്ലൻഡ് സഖ്യത്തോടെയാണ് പരാജയം ഏറ്റുവാങ്ങിയത്. അണ്ടർ 19 വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൽ അപരാജിത കുതിപ്പ് തുടർന്നു ഇന്ത്യ. ഗ്രൂപ്പ് എയിലെ അവസാന മത്സരത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ 60 റൺസിന്റെ ഉജ്ജ്വല വിജയം ഇന്ത്യ സ്വന്തമാക്കി. ഇതോടെ ഗ്രൂപ്പിലെ ചാമ്പ്യന്മാരായി ഇന്ത്യ സൂപ്പർ 6 മത്സരങ്ങൾക്ക് യോഗ്യത നേടി. ഹിന്ദുസ്ഥാൻ യൂണിലിവറിൽ നിന്ന് വേർപ്പെടുത്തിയ ഐസ്ക്രീം കമ്പനിയുടെ ഓഹരികൾ ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യാൻ നടപടി. യൂണിലിവർ ഓഹരി ഉടമകൾക്ക് ഓരോ ഓഹരിക്കും പുതിയ കമ്പനിയുടെ ഓരോ ഓഹരി അനുവദിക്കുമെന്ന് സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ കമ്പനി അറിയിച്ചു. തനമണി, തങ്ക, മീൻകൾ, കടത്ര തമിഴ്, പേരൻപ് എന്നീ ചിത്രങ്ങളുടെ ശ്രദ്ധിക്കപ്പെട്ട തമിഴ് സംവിധായകൻ റാം നിവിൻ പോളിയെ നായകനാക്കി ഒരുക്കുന്ന 7 കടൽ 7 മലൈ എന്ന ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തു വന്നു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.